ഞാനാണ് ആ സമ്പന്നൻ എന്ന തമ്പും കണ്ടിട്ട് ഓടിക്കിതച്ചാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നതെങ്കിൽ നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കാൻ ഇഷ്ടപ്പെടുന്നു. ആരാണ് സമ്പന്നൻ? പലപ്പോഴും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഉത്തരങ്ങൾ ഇങ്ങനെയായിരിക്കും. ഏറ്റവും വലിയ കാറുള്ളവൻ ഏറ്റവും വലിയ സമ്പന്നനാണ് സാറേ. ഏറ്റവും വലിയ ബംഗ്ലാവുള്ളവൻ ഏറ്റവും വലിയ സമ്പന്നനാണ് സാറേ. ഏറ്റവും കൂടുതൽ പൈസയുള്ളവൻ സമ്പന്നനാണ് സാറേ. എന്നാൽ ഇതിന്റെ ഉത്തരമൊന്നും ഇതല്ല. അടുത്ത 10 വർഷം കഴിഞ്ഞാൽ ഏറ്റവും വലിയ സമ്പന്നൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഏറ്റവും വലിയ സമ്പന്നൻ അല്ലെങ്കിൽ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് സമയം സ്വന്തമായി ഉള്ളവനാണ്, അല്ലെങ്കിൽ സമയം കൂടുതൽ ഉള്ളവനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഏറ്റവും വലിയ സമ്പന്നൻ എന്നാണ് കണക്കാക്കി കൊണ്ടിരിക്കുന്നത്. സമയത്തെ വലിയൊരു സമ്പാദ്യമായിട്ട് കണക്കാക്കണമെങ്കിൽ നമ്മൾ ഇപ്പോഴേ അതിനെപ്പറ്റി ചിന്തിച്ച് തുടങ്ങണം, അല്ലെ? അടുത്ത 10 വർഷം കഴിഞ്ഞിട്ട് ചിന്തിച്ചാൽ പോരാ. ആ 10 വർഷത്തേക്കുള്ള ചിന്ത ഈ ഒരു സമയത്ത് നമ്മൾ ആരംഭിക്കണം. പലപ്പോഴും പല കുട്ടികളെയും കണ്ടിട്ടുണ്ട് സമയത്തെ കൊന്നുകൊല വിളിക്കുക. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നാളത്തേക്ക് മാറ്റിവെക്കാം. അതായത് ഇന്നത്തെ സമയത്തെ കൊല്ലുക, ആ കൊന്ന സമയത്തെയും ആലോചിച്ചിട്ട് പിറ്റേ ദിവസവും ഇരിക്കുക. എന്തൊരു അസംബന്ധമാണ്. അതുകൊണ്ട് മക്കളോട് പറയാനുള്ളത്, ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഈ സമയത്ത് തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഒരു മഹാവ്യക്തി പറഞ്ഞിട്ടുണ്ട്, ഒരു ദിവസത്തെ സമയത്തിനുള്ളിൽ ഒരുപാട് അറകൾ ഉണ്ടെങ്കിൽ അതിന് ഒരു വലിയ വിജയം എന്നുള്ളൊരു വാക്ക് കൂടിയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു ദിവസം എന്ന് പറയുന്നത് നിങ്ങൾ അസംഖ്യം അറകളായിട്ട് മുറിക്കുക. അതായത് ഇന്ന സമയത്ത് മാത്രമേ നാം ഭക്ഷണം കഴിക്കൂ, ഇന്ന സമയത്ത് മാത്രമേ ഞാൻ പഠിക്കൂ, ഇന്ന സമയത്ത് മാത്രമേ ഞാൻ കളിക്കൂ. അങ്ങനെ ഒരു ദിവസത്തെ കൃത്യമായിട്ട് പകുത്തെടുത്തുകൊണ്ട് ആ സമയത്തിന് വ്യത്യസ്തമായ അറകൾ ഉണ്ടാക്കി വെച്ചാൽ ഉറപ്പായിരിക്കും അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ വലിയ വിജയമായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത്. വിജയത്തിന്റെ ഏറ്റവും വലിയ നട്ടെല്ല്, അതിന്റെ ഒരു ഞരമ്പ് എന്ന് പറയുന്നത് സമയം തന്നെയാണ്. സമയം ഒരു ബൂമറാങ് പോലെയാണ് മക്കളെ, അല്ലെ? നമ്മൾ എത്രമാത്രം ഉപയോഗിക്കുന്നുവോ അത്രമാത്രം നമുക്ക് കിട്ടും. എത്രമാത്രം കുറച്ചുപയോഗിക്കുന്നുവോ അത്രമാത്രമേ നമുക്ക് കിട്ടൂ. അതുകൊണ്ട് സമയത്തെ എപ്പോഴും റെസ്പെക്ട് ചെയ്യുക, സമയത്തെ എപ്പോഴും ബഹുമാനിക്കുക. ഓരോ കാര്യങ്ങളും വേണ്ട സമയത്ത് വേണ്ടതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയട്ടെ എന്നുള്ള പ്രത്യാശയോടുകൂടി ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഗുഡ് ബൈ.